ഇപ്പോൾ നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് കണ്ടു. സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഉള്ള മെട്രിക്സുകളെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2, ദിസ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. അപ്പോൾ 2 റോയും 2 കോളവുമുള്ള മെട്രിക്സുകളാണ് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. ആൻഡ് 3 റോയും 3 കോളവും ഉള്ളതിനെ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് വിളിക്കാം. ഇനി n റോസും n കോളംസും ഉള്ള മെട്രിക്സുകളാണെങ്കിലോ അവയെ നമുക്ക് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനതിനെ an എന്ന് ഡിനോട്ട് ചെയ്യുവാണ്. ANN ഈസ് ഈക്വൽ ടു മെട്രിക്സ് A11 A12. ഈ A11 A12 എന്നൊക്കെ പറയുന്നതിലെ എലമെൻറ്റ്സ് ആണ്. ഈ എലമെൻറ്റ്സിൽ 2 സഫിക്സ് കണ്ടോ. A11 ഡിനോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെയാണ്. അതായത് ഈ 2 സഫിക്സിൽ ആദ്യത്തെ സഫിക്സ് റോയെയും സെക്കൻഡ് സഫിക്സ് കോളത്തിനെയും ഡിനോട്ട് ചെയ്യും. ഇപ്പോൾ A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെയും എലമെൻറ്റ്. A12 മീൻസ് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും വരുന്ന എലമെൻറ്റ്. ഫസ്റ്റ് റോ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം? A13 എക്സെട്ര ഏത് എലമെൻറ്റ് വരെ പോവും? n കോളമാണുള്ളത്. സോ ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് nth കോളത്തിലെ എലമെൻ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് റോയുടെ ലാസ്റ്റ് എലമെൻറ്റ് A1n. ദെൻ സെക്കൻഡ് റോ A21 A22 A23 എക്സെട്ര A2n. ദെൻ ലാസ്റ്റ് റോ ഏതാണ്? n കോളംസും ഉണ്ട് n റോസും ഉണ്ട്. സോ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് nth റോയാണ്. അപ്പോൾ AN1 AN2 AN3 എക്സെട്ര ANN. ഇതൊരു n/n മെട്രിക്സ് ആയിരിക്കും. ഇതാണ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. The next is diagonal of a matrix. Diagonal of a matrix. ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് അതിൻ്റെ aij എലമെൻറ്റുകളാണ്. വെൻ I ഈക്വൽ ടു j. I ഈക്വൽ ടു j ആകുന്നത് പോലെയുള്ള എലമെൻറ്റുകളുടെ കളക്ഷനാണ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണൊരു മെട്രിക്സ് അല്ലേ. ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോം ഇതാണ്. ഇതിലെ ഈ ഡയഗണൽ നമുക്കൊരു സ്ക്വയറിൻ്റെ ഡയഗണൽ വരയ്ക്കാൻ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഡയഗണലിൽ വരുന്ന എലമെൻറ്റുകളുടെ കളക്ഷനാണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നതെങ്കിൽ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? A11. A11ൻ്റെ റോയും കോളവും ഈക്വൽ അല്ലേ? ഐയും ജെയും ഈക്വലാണ്. ഇനി ബാക്കി A12 എക്സെട്ര. ഇനി സെക്കൻഡ് റോ എടുത്തു കഴിയുമ്പം A21, അടുത്തത് A22 ആയിരിക്കും ഈ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്. ഇതിൻ്റെ ഐയും ജെയും ഈക്വലാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് വരുന്ന എലമെൻറ്റ് ANN ആയിരിക്കും. അവിടെ റോയും കോളവും ഈക്വലാണ്. അതായത് നമ്മളൊരു മെട്രിക്സിന് ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ ആ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സ് അതാണ് ഡയഗണൽ എലമെൻറ്റ്സ്. അതായത് റോയുടെയും കോളത്തിൻ്റെയും നമ്പർ ഈക്വൽ ആയിട്ട് വരുന്ന എലമെൻറ്റുകളുടെ കളക്ഷനാണ് ഡയഗണൽ എലമെൻറ്റ്സ്. അതായത് A11 A22 A33 A44 അങ്ങനെ വരുന്ന എലമെൻറ്റുകളാണ് മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്ര ടൈപ്പ് മെട്രിക്സുകൾ കണ്ടു? കോളം മെട്രിക്സ്, റോ മെട്രിക്സ് ആൻഡ് സ്ക്വയർ മെട്രിക്സ്. അടുത്ത ഫോർത്ത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ എന്താണെന്ന് പറഞ്ഞു. ഇനി ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സീറോയും ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോയുമായിട്ട് വരുന്ന മെട്രിക്സുകളാണ്
ഡയഗണൽ മെട്രിക്സ്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോയും ബാക്കി എല്ലാ എലമെൻറ്റ്സും സീറോയുമായിട്ട് വരുന്ന മെട്രിക്സുകളാണ് ഡയഗണൽ മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഈസ് ഈക്വൽ ടു 1 0 0 0 2 0 0 0 3, ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. കാരണം ഈ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോ ആണ്. ഓൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോ. ഇങ്ങനെയുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോ ആയിരിക്കും, ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും സീറോ ആയിരിക്കും. നോൺ സീറോ എലമെൻറ്റ്സ് കാണുന്നതാകെ ഈ ഡയഗണലിലെ മാത്രമായിരിക്കും. ഇങ്ങനെയുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് 5th ടൈപ്പ് ഓഫ് മെട്രിക്സ്, സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർസ് എന്ന് വെച്ചാൽ എന്താണ്? കോൺസ്റ്റൻസിനെ തന്നെ നമ്മൾ പറയുന്നതാണ് സ്കെയിലാർസ് എന്ന്. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. ആ ഡയഗണൽ മെട്രിക്സിന് ഒരു അഡീഷണൽ പ്രോപ്പർട്ടിയും കൂടി ഉണ്ടെങ്കിൽ അത് സ്കെയിലാർ മെട്രിക്സ് ആയി. അതായത് ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതൊരു സ്കെയിലാർ മെട്രിക്സ് ആയി. ഒരു ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ നമുക്ക് സ്കെയിലാർ മെട്രിക്സ് കിട്ടും. അപ്പോൾ ഇവിടെ 1 2 3 ആണ്, എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആണ്. അതേസമയം ഈ മെട്രിക്സ് തന്നെ ഇപ്പോൾ എ ഈക്വൽ ടു 1 0 0 2 0 0 0 2 0 0 0 2, ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് അല്ലേ? ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ നോൺ സീറോ ആയിട്ടുള്ളൂ, ബാക്കി എല്ലാ എലമെൻറ്റ്സും സീറോ ആണ്. ഈ ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വലാണ്. ഇങ്ങനെ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും ഈക്വലായിട്ട് വരുന്ന ഡയഗണൽ മെട്രിക്സിനെയാണ് നമ്മൾ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ നമുക്കൊരു മെട്രിക്സിൽ സ്കെയിലാർ മെട്രിക്സ് ആണ്, 2 ആണ് ശരിക്കും. ഇതിൽ 2 മാത്രമേ ഉള്ളൂ ഒരു നോൺ സീറോ എലമെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന മെട്രിക്സുകളാണ് സ്കെയിലാർ മെട്രിക്സ്. ഒന്നും കൂടെ പറയാം, ഇവ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോയും ബാക്കി നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സീറോയും ആണെങ്കിൽ അതിനെ നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കാം. ഇനി ഈ ഡയഗണൽ മെട്രിക്സിൽ തന്നെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിനെ സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിളും കൂടി എഴുതാം. ബി ഈസ് ഈക്വൽ ടു √3 0 0 0 √3 0 0 0 √3. ഇത് ഒരു സ്കെയിലാർ മെട്രിക്സ് ആണ്, സ്കെയിലാർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. Then the next type of matrix is identity matrix. ഐഡൻറ്റിറ്റി മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. ഡയഗണൽ മെട്രിക്സുമാണ് സ്കെയിലാർ മെട്രിക്സുമാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ആ പേരിനകത്ത് തന്നെയുണ്ട്. എന്താണ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ? യൂണിറ്റി, 1 ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഐഡൻറ്റിറ്റി മെട്രിക്സിനെ സാധാരണയായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഐയും കൊണ്ടാണ്. അതിൻ്റെ ഓർഡർ എന്തും ആയിക്കോട്ടെ, ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്തും ആയിക്കോട്ടെ, ഐ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓർഡർ ഓഫ് മെട്രിക്സ് 2 ആണെങ്കിൽ I2 എന്ന് ഡിനോട്ട് ചെയ്യും, 3 ആണെങ്കിൽ I3 എന്ന് ഡിനോട്ട് ചെയ്യും, n ആണെങ്കിൽ IN എന്ന് ഡിനോട്ട് ചെയ്യും. ഇങ്ങനെയാണ്. അപ്പോൾ ജനറലി ഐ കൊണ്ടാണ് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി മെട്രിക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് Aij ഈക്വൽ ടു 1 if I equal to j and 0 if I not equal to j. മീൻസ് എന്താണ്? I equal to j. I equal to j ആവുന്ന എവിടെയാണ്? ഡയഗണൽ എലമെൻറ്റ്സിൽ. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കും. I not equal to j ആവുന്നത് നോൺ ഡയഗണൽ എലമെൻറ്റ്സ്.
അവിടെയെല്ലാം വാല്യൂ 0 ആയിരിക്കും. സോ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം 1ഉം ബാക്കിയുള്ള എല്ലാ എലിമെൻറ്റ്സും 0യും ആകുന്ന സ്ക്വയർ മെട്രിക്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ആ ഡയഗണൽ അല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സ് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് മെട്രിക്സുകളും റിലേറ്റഡ് ആണ്. സ്ക്വയർ മെട്രിക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ മെട്രിക്സുകളും സ്ക്വയർ മെട്രിക്സുകൾ തന്നെയാണ് അല്ലേ? നമ്പർ ഓഫ് റോസും കോളംസും ഈക്വലായിട്ട് വരുന്ന മെട്രിക്സുകളായിരുന്നു സ്ക്വയർ മെട്രിക്സ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് all non-diagonal elements are 0 and diagonal elements are non-zero. അപ്പോൾ അങ്ങനെ വരുന്നതായിരുന്നു ഡയഗണൽ മെട്രിക്സ്. ഇനി അടുത്തത് പറഞ്ഞ എന്തായിരുന്നു? സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആണ്. എ ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് all diagonal elements are equal ആയിരുന്നു സ്കെയിലാർ മെട്രിക്സ്. ഇനി അടുത്തത് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് സ്കെയിലാർ മെട്രിക്സ് തന്നെയാണ് അല്ലേ? സ്കെയിലാർ മെട്രിക്സ് ആണ്, കാരണം ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണ്. ഒരു വ്യത്യാസമുള്ള എന്താണ്? ഡയഗണൽ എലിമെൻറ്റ്സ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഡയഗണൽ എലിമെൻറ്റ്സ് 1ഉം ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0യുമായിട്ട് വരുന്ന സ്ക്വയർ മെട്രിക്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n ഈസ് ഡിനോട്ടഡ് ബൈ in. ഓക്കെ, ഇനി ഒരു ടൈപ്പ് മെട്രിക്സും കൂടെ ഉണ്ട്. ഇത് നമ്മുടെ സിക്സ്ത് ടൈപ്പായിരുന്നു ഐഡൻറ്റിറ്റി മെട്രിക്സ്. ആൻഡ് ലാസ്റ്റ് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ എല്ലാ എലമെൻറ്റുകളും 0 ആയിട്ട് വരുന്ന മെട്രിക്സുകളെയാണ് നമ്മൾ സീറോ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. സീറോ മെട്രിക്സിനെ നമ്മൾ O കൊണ്ട് ഡിനോട്ട് ചെയ്യും. O ഈക്വൽ ടു 0 0 0 0. ഇത് ഒരു സീറോ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണ്. ഈ സീറോ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണെങ്കിൽ 0 0 0 0 0 0 0 0 0. അപ്പോൾ എന്താണോ ഓർഡർ അതനുസരിച്ച് മെട്രിക്സ് നമ്മൾ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ജനറലി സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ O കൊണ്ട് ഡിനോട്ട് ചെയ്യും. എല്ലാ എലമെൻറ്റുകളും 0 ആയിട്ട് വരുന്ന മെട്രിക്സുകളാണ് സീറോ മെട്രിക്സ്.